ഉദയേട്ടൻ എപ്പോഴും എന്റെ അടുത്ത് ഇരിക്കണം തോന്നുവാ. അതല്ലേലും അങ്ങനെയാ. ഇവനെ വയറ്റിലുള്ളപ്പോ ഞാൻ ഗോപിയേട്ടനെ ഇടം വലം വിട്ടിട്ടില്ല. അവധി എടുപ്പിച്ച് എന്നും വീട്ടിൽ പിടിച്ചു നിർത്തുമായിരുന്നു. അച്ഛനൊരു ലീവ് ലെറ്റർ എഴുതി ഓഫീസിൽ കൊടുത്താൽ മതിയായിരുന്നു. എന്റെ ജോലിക്ക് ലീവ് ലെറ്റർ എന്നൊരു സംഗതിയേ ഇല്ല. വൈഫ് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാ അതിന് കമ്പനിക്ക് ഉത്തരവാദിത്വം ഇല്ല എന്നായിരിക്കും എനിക്ക് നോട്ടീസ് തരുന്നത്. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഇവളുടെ കാര്യങ്ങൾ ഒരു കുറവും വരാതെ നോക്കാൻ ഞാനല്ലേ ഇവിടെയുള്ളത്. യാക്ക് തോന്നുന്ന ആഹാരം എന്താണോ അതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുക്കും. 2ാം മാസം മുതൽ ചെയ്യേണ്ട പരിചരണങ്ങളെ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ട്. ഗർഭ ശുശ്രൂഷകൾ വേണ്ടതുപോലെ ചെയ്ത സുഖപ്രസവമായിരിക്കും. നീ നോക്കിക്കോ, വിമലയ്ക്ക് ഓപ്പറേഷൻ വേണ്ടി വരില്ല. സാധാരണ പ്രസവമായിരിക്കും. ഇല്ലാത്ത കൊച്ചിനെ ഇവര് പ്രസവിക്കൂ. എന്തൊരു ശല്യമായത്. ഇറങ്ങാൻ സമയമാവുന്നു. വിമലയെ അമ്മയെ ഏൽപ്പിക്കുക. സമാധാനത്തോടെ പോയിട്ട് വാ. ഞാൻ ഏറ്റുമോനെ. ഉദയേട്ടാ, എന്താ വിമല ഇത്? ഞാൻ ഉടനെ ഇങ്ങ് വരില്ലേ? അയ്യോ, എന്നൂറ്റമ്മേ, അറിയാതെ കയ്യിന്ന് വഴുതി പോയതാ. സ്ഫടികപാത്രവും കണ്ണാടിയൊക്കെ പൊട്ടുന്നത് ലക്ഷണക്കേടാണ്. AC okay? അല്ല, ആ അങ്കിള് ഒന്നും മിണ്ടുന്നില്ലെന്നാണോ? സംസാരിക്കാൻ തീരെ പറ്റില്ല. വീൽ ചെയറിൽ ഒരു ബെല്ലുണ്ട്. അതിലൂടെ സോനയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. മെഡിസിൻ കിട്ടിയോ? കിട്ടി. വലിയ ഹെൽപ്പാ നിഖില് ചെയ്തത്. ഏയ് സാരമില്ല. ബാബുജി രണ്ടുപേരെ അകത്തേക്ക് വരാനാ വിളിക്കുന്നത്. വരൂ. ഏറ്റവും വേണ്ടപ്പെട്ട ആരെയോ കണ്ടതുപോലൊരു ഫീല്. എനിക്കും അതേ അനുഭവം ഉണ്ടായത്. കുറച്ചു സമയം ഇരുന്നും പിന്നെ കിടന്നും
ഒരേ താളത്തിലുള്ള ജീവിതം, വിരസതയുടെ ആവർത്തനങ്ങളായ ദിവസങ്ങൾ. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരിക്കും ആ അങ്കിൾ. എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പാസ്റ്റ്? ആരായിരുന്നു? ജോലി എന്തായിരുന്നു? എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നു? വലിയൊരു കഥയായിരിക്കും ആ ജീവിതം. ഓർമ്മശക്തി ഇല്ലാന്നല്ലേ പറഞ്ഞത്? അപ്പൊ ശരിക്കും മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും. അദ്ദേഹത്തിന് ഒരു ഫാമിലി ഉണ്ടായിരിക്കില്ലേ? വൈഫ്, മക്കൾ, അവരൊക്കെ എവിടെയായിരിക്കും? അതോ ബാച്ചിലർ ആയിരിക്കും? ഒക്കെ ചോദിച്ചറിയണം. എന്തായാലും സമയമുണ്ടല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോണം. അങ്കിളിന് നമ്മളെ ഇഷ്ടപ്പെട്ടു എന്നല്ലേ സോന പറഞ്ഞത്? ട്രീറ്റ്മെന്റിന്റെ രീതികൾ എന്തായിരിക്കും? റിക്കവർ ചെയ്യാതിരിക്കില്ല. അങ്കിളിന്റെ അടുത്തിരുന്നപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ. എന്താ? നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോ മിക്കവാറും ഇതേ പ്രായമൊക്കെ ആയിരുന്നേനെ. എന്താ നിഖിൽ? ഞാനും അച്ഛനെ കുറിച്ച് ഓർത്തുന്നില്ല. എനിക്ക് ഓർമ്മ വെച്ച കാലത്തിനു മുമ്പേ ഈ ലോകത്ത് നിന്ന് യാത്രയായ എന്റെ അച്ഛൻ. വാ. മരുന്നുമായിട്ട് 7Bയിലേക്ക് പോയവരെ കാണുന്നില്ലല്ലോ അച്ഛാ. നിളയല്ലേ അവന്റെ കൂടെ പോയിരിക്കുന്നത്? വാചകടിച്ച് അടുക്കളയിൽ കയറി കാണുന്നു. ഞാൻ എന്നാ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ അച്ഛാ. എല്ലാവരും കൂടി ചെന്ന ആ ബാബുജിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും. അച്ഛന്റെ പേരും നാളും മനസ്സിലോർക്കുക. കിണ്ടിയിലെ വെള്ളം കൊണ്ട് കൈ നനച്ച ശേഷം എള്ളും പൂവും ചന്ദനവും സമർപ്പിക്കുക. ഇങ്ങനെ 3 തവണ അർപ്പിക്കുക. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് അർപ്പിക്കുക. 3 പ്രാവശ്യം ഇതേപോലെ അർപ്പിക്കുക. ഇനി പിതൃവിനായി കൊണ്ട് പിണ്ടം കയ്യിലെടുത്ത് ഉരുളയാക്കുക. ഇലയിലേക്ക് വെച്ചോളൂ. അച്ഛനെ നന്നായി മനസ്സിലോർക്കണം. 2 ചെറിയ ഉരുള കൂടി ആവാം. അച്ഛനെ മനസ്സ് വിചാരിച്ചോളൂ. അയ്യോ എന്തുപറ്റി? വിയർക്കുന്നുണ്ടല്ലോ. വെള്ളം കുടിക്കണോ? ഡോക്ടറെ വിളിക്കട്ടെ ബാബുജി? ബാബുജിക്ക് പായസം ഭയങ്കര ഇഷ്ടാ. മീരാമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. ബാബുജിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു കുക്കാ ഞാൻ. വാ. നീള കൊണ്ടുവന്നതാ പായസം.
നിഖിലിന്റെ അച്ഛന് ബലിയിടുന്ന ചടങ്ങുണ്ടായിരുന്നു ഇന്ന്. മുത്തച്ഛനും നിഖിലും കൂടി രാവിലെ പോയി ബലിയിട്ടു. വീട്ടിലെന്നാ പായസം ഉണ്ടാക്കാന്ന് വെച്ചു. കഴിക്കേ ബാബുജി, കഴിക്കേ. ഇഷ്ടമാണല്ലോ പായസം. പിന്നിതെന്തു പറ്റി? അമ്മ ഉണ്ടാക്കിയതാ. അങ്കിളിനായിട്ട് പ്രത്യേകം കൊണ്ടുവന്നതാ. എന്തായാലും ഞാൻ കൊണ്ടുവന്നില്ലേ, കുറച്ച് എന്തായാലും ഒന്ന് കഴിക്കണം. ഞങ്ങളുടെ അമ്മയുടെ കൈപുണ്യം ഒന്ന് അറിയാൻ വേണ്ടിയെങ്കിലും. പ്ലീസ് അങ്കിൾ. ഞാൻ റെസ്റ്റോറന്റിലേക്ക് പോവാ. മീര ഇവിടെ നിൽക്കട്ടെ. ഞാൻ ആശുപത്രിയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കോള് പോകുന്നില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ. ആ, വിളിക്കാം. മീര, ഞാൻ ഇറങ്ങണേ. മീര വിളിച്ചിരുന്നു, വിവരമൊക്കെ പറഞ്ഞു. ശരി. ഉണ്ണിയേട്ടാ, കോളടിച്ചല്ലോ. നിളക്കൊച്ചെന്തി? മുറിയിലുണ്ട്. ഞാനൊന്ന് കാണട്ടെ. അവര് ഭാര്യയും ഭർത്താവും ഇരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? ഓ, അത് ശരിയാണല്ലോ. എന്നാ പിന്നെ ഞാൻ മീരയെ കണ്ടേക്കാം. മീരേ, ആ കൊച്ചാണാട്ടോ. അതിന്റെ ലക്ഷണ. പിന്നെയും പിന്നെയുള്ള ഛർദിലേ. ആണോ? പിന്നെ അല്ലാതെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തേക്ക് ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനാണ് ഗൈനക്കോളജി സെക്ഷനിൽ. ഇല്ലേ? സമരോ? നാളെ കൺസൾട്ടേഷൻ ഉണ്ടോ? ഓ, ശരി. ടെസ്റ്റ് ചെയ്ത് സ്വയം അറിയാനുള്ള കിറ്റ് ഇപ്പൊ മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഇത് പക്ഷെ ഏറെക്കുറെ കൺഫേം ആണ്. എന്തായാലും വോമിറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നാളെ പോന്നോളൂ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഓക്കെ. നാളെ ആശുപത്രിയിൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ പോണോ? ഡോക്ടർ പറഞ്ഞോന്നറിയില്ല. ഇഷ്ടം പോലെ വെള്ളം കുടിക്കണം. എങ്ങനെയുള്ള വെള്ളം കുടിക്കേണ്ടത്? ഉപ്പിട്ട കഞ്ഞിവെള്ളം നല്ലതാണ്. കരിക്കും കൊള്ളാം. ബെസ്റ്റ് ഒരു സാധനം ഞാൻ പറഞ്ഞു തരാം. നല്ല പൊടിയേരി കഞ്ഞിയും കണ്ണിമാങ്ങ അച്ചാറിട്ടതും കൂടി ഒന്ന് കഴിച്ചാലുണ്ടല്ലോ, വയറിന് പരമ സുഖമായിരിക്കും. ദാഹം മാറും, ക്ഷീണം മാറും, ശരീരപുഷ്ടിക്ക് നല്ലതാ. ശരിയാ ക്ലാരേച്ചി പറഞ്ഞത്. ഇനിയുള്ള സമയത്തെ മാങ്ങയും പുളിയൊക്കെ തിന്നാൻ വലിയ കൊതിയായിരിക്കുമല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കണ്ണിമാങ്ങ അച്ചാറൊന്ന്. ഞാനിപ്പോ വരാവേ. എവിടെ പോവാം? ഒരാവശ്യമുണ്ട്, ഉടനെ വരാം. ആ, നിങ്ങൾ പോയി ശകലം നേരം കിടക്ക്. വാ മോളെ, വാ മോളെ. എന്നോട് ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയാണല്ലോ ഞാൻ. മുത്തശ്ശൻ എന്നിലൂടെ ആയിരുന്നു മരിച്ചുപോയ മകനെ കണ്ടുകൊണ്ടിരുന്നത്. എന്റെ ഷാട്ടിങ്ങൾക്കെല്ലാം വഴങ്ങിയിട്ടുമുണ്ട്. എല്ലാം ഉണ്ടായിട്ടും എനിക്കൊരാളെ മിസ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛനെ.
ആ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് 1 വയസ്സാവുന്നതിന് മുമ്പ് മരിച്ചു പോയതാ എന്റെ അച്ഛൻ. ആ തോളിക്കിടന്ന് ഒന്നുറങ്ങാൻ, ആ കയ്യിന്ന് ഒരു ഉരുള വാങ്ങി കഴിക്കാൻ. അച്ഛൻ വാങ്ങിക്കൊണ്ടുവരുന്ന പുത്തൻ ഉടുപ്പിടാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഞാൻ. അത് കിട്ടാത്തതിന്റെ പേരിൽ ഒത്തിരി സങ്കടപ്പെട്ടിട്ടുമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോ മറ്റു കുട്ടികളെ അവരുടെ അച്ഛന്മാർ ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോ എനിക്കില്ലാത്ത അച്ഛനെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്, ആരും കാണാതെ. പക്ഷേ ഉള്ളിലെ വിഷമം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എന്റെ അമ്മയോട് പോലും. അതിന് കാരണമുണ്ട്. എന്നെപ്പോലെ, അല്ലെങ്കിൽ എന്നെക്കാളും അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട് അമ്മയെന്ന് എനിക്കറിയാം. അപ്പൊ അതും സംഭവിച്ചു. അതുമാത്രമല്ല, അരുതാത്തത് പലതും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. മീര ചേച്ചിയുടെ കല്യാണം നടക്കാൻ പാടില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ കല്യാണം ഗംഭീരമായി നടന്നു. അതിനിടയില് എന്തെങ്കിലും അലമ്പുണ്ടാക്കാൻ ഞാൻ വക്കച്ചനെ വിട്ടായിരുന്നു. എന്നിട്ട് വക്കച്ചൻ ചെന്ന് കല്യാണം സെറ്റപ്പാക്കാൻ അങ്ങ് കൂടി. അരവിന്ദരാജെ ഒതുക്കാൻ വേണ്ടി ഞാൻ പ്ലാൻ തയ്യാറാക്കി. പകരം അയാളെ എന്നെ ഒതുക്കി. ഇപ്പോഴിതാ നിളയ്ക്ക് വിശേഷമായിരിക്കുന്നു. ഓരോ സംഭവവും എനിക്കുള്ള തിരിച്ചടികളാ. വക്കച്ചൻ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? തോറ്റു കൊടുക്കരുത് മാഡം. തോൽക്കാൻ എനിക്ക് മനസ്സില്ല. ശത്രുക്കളെ തോൽപ്പിക്കണം എനിക്ക്. നിളയുടെ കുഞ്ഞ് ഈ ഫ്ലാറ്റിൽ ഓടിച്ചാടി നടക്കരുത്. ഇല്ല, അത് ഞാൻ അനുവദിക്കില്ല. എനിക്കത് കാണാൻ പോയിട്ട് ഓർക്കാൻ പോലും പറ്റുന്നില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യും ഞാൻ? ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. നിളയുടെ ഗർഭം 9 മാസം എത്താൻ പാടില്ല. അതില്ലാതാക്കണം. വല്ല മരുന്ന് കലക്കി കൊടുത്തിട്ടായാലും, ആഭിചാര കർമ്മം ചെയ്തിട്ടായാലും, നിളയെ അപകടപ്പെടുത്തിയിട്ടായാലും ആ ഗർഭം അലസിപ്പോകണം. നിനക്കത് പറയാം. എനിക്ക് ടെൻഷനുണ്ട്. ഈ കണക്കിന് പ്രസവം കഴിഞ്ഞാ കുഞ്ഞിന് നീ സമാധാനം കൊടുക്കില്ലല്ലോ. അങ്ങോട്ട് നോക്കി ചിരിക്കരുത്, അങ്ങനെ കിടക്കരുത്, ഇങ്ങനെ ചിരിക്കരുത്. എല്ലാത്തിനും നിയന്ത്രണമായിരിക്കും. അത് പറഞ്ഞപ്പോഴോർത്തത്, ഒരു ജ്യോതിഷ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രഗ്നന്റ് ആയ സ്ത്രീകൾ വടക്ക് ദിശയിലേക്ക് തലവെച്ച് കിടന്ന് ഉറങ്ങരുതെന്ന്. കിഴക്കോട്ട് തലവെച്ച ഏറ്റവും ഉത്തമം. സയന്റിഫിക്കായി പറയുന്നതാണ്. ഈ ശരീരത്തിന് ഏറ്റവും സേഫായ ഒരു കാര്യം ഞാൻ പറയാം. കാൽ എങ്ങോട്ടാണോ വെക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തലവെച്ച് കിടക്കുന്നതാണ് ജീവന് നല്ലത്. നിളെ, ഉദാസീനമായി കാണേണ്ട വിഷയമല്ല. കുറച്ചു ദിവസത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കണം. തണുത്ത ആഹാരമൊന്നും കഴിക്കരുത്. തിളപ്പിച്ചടിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. ഡോക്ടർ പറഞ്ഞു കേട്ടല്ലോ, ഇനി ഐസ് വാട്ടർ എടുത്ത് കുടിക്കുന്നത് കണ്ടാലോ. അല്ല, ബൈക്കിന്റെ പിന്നിലിരുന്നുള്ള യാത്രയൊക്കെ ഒഴിവാക്കണമായിരിക്കും അല്ലേ ഡോക്ടർ? ഏയ്, അതൊന്നും സാരമില്ല. ഇതും അതുമായിട്ട് എന്ത് ബന്ധം? എപ്പോഴാണെങ്കിലും 2 വീലർ യാത്ര സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. സ്കാൻ ചെയ്യണ്ടേ? എന്തിന്? സ്കാനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അല്ല, കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാൻ.
ഏത് കുഞ്ഞ്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അപ്പോ നിള പ്രഗ്നന്റ് അല്ലേ? എന്ന് ആര് പറഞ്ഞു? കഴിച്ച ഫുഡിന്റെ എന്തോ പ്രശ്നം കാരണമാണ് വോമിറ്റ് ചെയ്തത്. ഷീസ് നോട്ട് പ്രഗ്നന്റ്. അല്ല, ഇന്നലെ ഫോൺ ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞില്ലേ നിളയ്ക്ക് വിശേഷമുണ്ടായിരിക്കുമെന്ന്? ലക്ഷണങ്ങൾ കേട്ടപ്പോ എനിക്കങ്ങനെ തോന്നി. ആയിരിക്കുമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോഴല്ലേ മനസ്സിലായത് അല്ലാന്ന്. പിന്നെ ഇപ്പോ ഡോക്ടറിനോട് കൺഗ്രാചുലേഷൻസ് പറഞ്ഞതോ? വൈഫ് ഒന്ന് വൊമിറ്റ് ചെയ്തപ്പോഴേക്കും കെയർ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ നിങ്ങള്? അതിനാണ് കൺഗ്രാചുലേറ്റ് ചെയ്തത്. നിങ്ങൾ മീരയോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അവൻ നിലയോട് മുഷിഞ്ഞ് സംസാരിച്ചത്. ആ കുട്ടി ആയതുകൊണ്ടാ അവന്റെ ദേഷ്യത്തിന് മുമ്പിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. നിള മനഃപൂർവ്വം തെറ്റൊന്നും ചെയ്തില്ലല്ലോ. അവൾക്കും ഉണ്ട് വിഷമം. വിശേഷം ഉണ്ടെന്ന് ഇന്നലെ സംശയം തോന്നിയപ്പോ അവൾ ഒരുപാട് സന്തോഷിച്ചതാ. അങ്ങനെ അല്ലാന്നിന്നറിഞ്ഞപ്പോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മീര നിഖിലിനോട് സംസാരിച്ചില്ലേ? ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയാ. കളിപ്പാട്ടമൊക്കെ എടുത്തെറിഞ്ഞ് നശിപ്പിക്കുമായിരുന്നു. പിന്നീട് അതോർത്ത് സങ്കടപ്പെടും. പക്ഷേ ഇപ്പൊ അതല്ല നിഖിലിന്റെ പ്രായം. വിഷയം കളിപ്പാട്ടമല്ല, ജീവിതമാണ്. മീര ഇപ്പൊ പറഞ്ഞില്ലേ നിളയ്ക്കും വിഷമമുണ്ടെന്ന്. അത് അവഗണിക്കേണ്ട കാര്യമല്ല. ഒന്ന് ആലോചിച്ചു നോക്ക്. നിഖിലിന്റെ അതേ സ്വഭാവമായിരുന്നു നിളയ്ക്കെങ്കിലോ അവസ്ഥ എന്താകുമായിരുന്നു? ആ കുട്ടി പിണങ്ങി വീട്ടിലേക്ക് പോയിരുന്നെങ്കിലോ? ഹസ്ബൻഡിന് ചൂടാവാൻ അവകാശമുള്ള പോലെ വൈഫിനും അവകാശമില്ലേ? കുട്ടിക്കാലം മുതൽ അവളുടെ നേച്ചർ അങ്ങനെയാണെന്ന് രവിശങ്കർ എക്സ്ക്യൂസായി പറഞ്ഞാലോ? ഞാൻ നിഖിലിനെ ന്യായീകരിച്ചതല്ല കേട്ടോ. അവൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായവും ഇല്ല. സ്വഭാവത്തെ പറ്റി പറഞ്ഞേ ഉള്ളൂ. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം തികയുന്നില്ലേ ഉള്ളൂ. കുട്ടി ഉണ്ടാവാൻ ലേറ്റായിട്ടൊന്നുമില്ല. ടെൻഷന്റെ കാര്യമില്ല. നിഖിലിന് എന്തോ അക്കാര്യത്തിൽ ക്ഷമയില്ലാത്തതുപോലെ എനിക്കും തോന്നി. എന്തോ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ലെന്ന് കൂട്ടുകാരെങ്കിലും കളിയാക്കി ചോദിച്ചിട്ടുണ്ടാവും. അതെ, കൂട്ടുകാരാണോ കൂടെയുള്ളവരാണോ അയാളോട് സംസാരിച്ചെന്ന് അറിയേണ്ടിയിരിക്കുന്നു. എവിടോ എന്തോ ഒരു കല്ലുകടി